ഗീതു എവിടാ? ഞാൻ വീട്ടിലുണ്ടടാ. എടി നീ അന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് അമ്മായിച്ചന്റെ അന്ന് മുഴുവൻ പറഞ്ഞില്ല. മുഴുവനും പറഞ്ഞില്ലേ? പറഞ്ഞിട്ടില്ല. എന്താ തിരക്കായിട്ട് പിന്നെ ഓക്കെ. അന്ന് പെട്ടെന്ന് കട്ട് ചെയ്തില്ലേ? അത് പുള്ളിക്കാരൻ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, ആളടിപൊളിയാ. നീ പറഞ്ഞില്ല എന്തോ ചാൻസ് വരുന്നുണ്ടെന്നോ സിറ്റുവേഷൻ വരുന്നുണ്ടെന്നോ അങ്ങോട്ട് പറഞ്ഞില്ലായിരുന്നോ? അതൊന്നും വീട്ടിലാരും ഇല്ലായിരുന്നു. അപ്പോ ഞാൻ പിന്നെ അന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊടുത്തു. എന്തൊക്കെയാ വേണ്ടേ അതൊക്കെ കൊടുത്തു. പിന്നെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. വേണമെന്ന് പറഞ്ഞു. അതെ അതെ, നല്ലതായിട്ട് കൊടുത്തോണ്ടായിരിക്കും. ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു. അതുപോലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പുള്ളിയുടെ മറ്റേതൊക്കെ നോട്ടൊക്കെ ഉണ്ടോ? അതുപോലൊക്കെ തന്നെയാണോ? അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെയല്ലേ ഇതിൽ കൊണ്ടെത്തിച്ച്. ഇപ്പോഴും അത് നല്ല പരിപാടി. എനിക്കന്ന് ആദ്യം തൊട്ടേ മനസ്സിലായാലും അറിയാൻ പറ്റുമല്ലോ. ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് കൊടുത്തു. അത് ഭയങ്കരമായിട്ടങ്ങനെ പിടിച്ച്. കെട്ടിയവരില്ലാത്തതുകൊണ്ട് പിന്നെ ചെയ്യണം. ചാൻസ് കിട്ടുമായിരിക്കും. അങ്ങനെ പറ, കേട്ടെങ്കിലും ഒന്ന് ഇതാണല്ലോ. വൈകിട്ട് വരെ ആരുമില്ലായിരുന്നു, ഫ്രീ ആയിരുന്നു. രാവിലെ തൊട്ടല്ലേ? അറിയാലോ. വൈകിട്ട് വരെ നല്ലതായിട്ട് എടുത്ത് കൊടുക്കുകയും ചെയ്ത്. എന്നോട് കുടിക്കുകയും ചോദിച്ചു. കുഴപ്പമില്ല, തന്നാ കുടിക്കാമോ? അങ്ങനെ കുടിച്ചു. കുടിക്കാൻ കൊടുത്തപ്പോ കുടിക്കാൻ തന്നപ്പോ കുടിച്ചു. ആദ്യമായിട്ടാണ് കുടിക്കാൻ കൊടുക്കുന്നത്. അതെന്താ പുള്ളിക്കാരി കൊടുക്കാറില്ലേ? പണ്ട് അത്ര ഇതൊന്നും തോന്നില്ലേ? അവര് തമ്മിൽ എത്ര അങ്ങോട്ടൊരു പുള്ളിക്കാരി കുടിക്കാറില്ലെന്ന് തോന്നുന്നു. അതല്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പുള്ളിക്കാരുടെ അത്ര താല്പര്യം ഇനിയും ചാൻസ് കിട്ടിയാ കുടിക്കുകയും ചോദിച്ചു. അതിനെന്താ ഭയങ്കര ഹാപ്പിയായി. ആവേശത്തിൽ നിൽക്കുക അടുത്ത ചാൻസിന് വേണ്ടിട്ട്. പറഞ്ഞില്ലയോ അവര് തമ്മിൽ എപ്പോഴും എന്തോ സംതിങ് കണ്ടെന്നോ എന്തോ ഒരു ദിവസം കണ്ടെന്നോ പറഞ്ഞു ഓർമ്മ. അതിനുശേഷം എനിക്ക് കുറച്ച് ആവേശം കൂടി. അപ്പൊ നീ കണ്ടായിരുന്നു? അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടല്ലോ ഇപ്പോഴും. അത് കേൾക്കാറുണ്ട്. പുള്ളിക്ക് നല്ല ആവശ്യക്കാരനാന്ന് തോന്നുന്നു. പിന്നെ എപ്പോഴും എന്നെ കിട്ടത്തില്ലല്ലോ. പുള്ളിക്കാരി ഇവിടെ കാണില്ല. പുള്ളി എന്ത് പഴയ മിലിറ്ററി ആയില്ലേ? അതെ അതെ. അപ്പൊ പിന്നെ പറയണ്ട. ഭയങ്കര ഫിറ്റാണ് ബോഡിയൊക്കെ. ജിം അത് പിന്നെ മൊത്തത്തിലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ദിവസം അടിപൊളി, മറക്കാൻ പറ്റത്തില്ല. ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യോ? ശരിക്കും ടയർഡായി. വൈകിട്ടാരത്തിന് നല്ല ടയർഡായി. പുള്ളി എന്താ ഗീതു എന്നാണോ വിളിക്കുന്നത്? എന്തോ മോളെ എന്തോ വിളിക്കുന്നത്? രണ്ടും വിളിക്കും. ഇടയ്ക്ക് പേര് വിളിക്കും, മോളേന്ന് വിളിക്കും.
കെട്ടിയവൻ ഇതിനെ കെട്ടിയെന്ന് കുറിച്ച് ഒരു അതൊരു ധാരണയില്ല. കാനഡ പുള്ളിക്ക് ഇതിനെ കുറിച്ച് ഒരു സംശയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എപ്പോ നോക്കിയാലും തിരക്ക്. പുള്ളിക്ക് ഇതിനെ കുറിച്ച് ഒരു അങ്ങനെ തിരക്ക് അറിയത്തൊന്നുമില്ലല്ലോ. ഇല്ല ശരിക്കും ആസ്വദിക്കാൻ പറ്റി. വർഷത്തിലൊരിക്കലല്ലേ പുള്ളി വരുത്തുള്ളൂ. അടുത്ത ചാൻസിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാ രണ്ടുപേരും. അല്ല അന്ന് പിന്നെ പറയാന്ന് പറഞ്ഞിട്ടേ ഞാനും അങ്ങ് തിരക്കായി പോയി. അതുകൊണ്ട് പിന്നെ വേറെ ആരുടെയോ അതുപോലെ ട്രൈ ചെയ്തോ? വേറെ ആരൊക്കെ ഇതുപോലെ കുടിക്കാൻ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നേരത്തെ. ഞാൻ വരുന്നതിന് മുന്നേ. നിനക്ക് തന്നെന്ന് പറഞ്ഞത് ആരാന്നറിയില്ല. പുള്ളിക്കാരന്റെ അനിയത്തിന്റെ മോളാ. ചെറിയ കൊച്ചല്ല, അത്യാവശ്യം ഒരു 23 വയസ്സൊക്കെ കാണുന്നു. അത് നന്നായിട്ട് എടുക്കുന്നു. സ്ഥിരം പരിപാടിയാണ്. നിങ്ങൾ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ചാൻസസ് വരുമല്ലോ. ചാൻസ് കിട്ടല അങ്ങനെ കുറവാ. അന്ന് പിന്നെ എന്തോ ഭാഗ്യത്തിന് കിട്ടിയത്. അന്ന് ഒരു 5 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കിയില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരാം. സ്റ്റാമിനയാണ്. ഇപ്പൊ പൊളിച്ച് കാണുമല്ലോ. പിന്നെ ടയർഡായിരുന്നു പുള്ളി. പക്ഷേ ഈവനിങ് വരെ കട്ടൊക്കെ ആയിരുന്നു. നീ എപ്പോഴാ വരുന്നത്? ഞാൻ വിളിക്കാം. കുറച്ച് പരിപാടിയുണ്ട്. തിരക്കാണോ? കുറച്ച് പരിപാടി പറഞ്ഞാൽ മതി. എന്തെങ്കിലും പറഞ്ഞാൽ മതി. മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പില്. ഞാൻ ഫ്രീ ആകുമ്പോ വിളിക്കാം. നമ്മളെപ്പോഴാ കാണുന്നേ? കണ്ടിട്ട് കാണേണ്ട ആവശ്യമുണ്ടല്ലോ. അല്ല അന്ന് ഒരു തവണ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിക്കാവേ. കേൾക്കുന്നില്ല നീ പറയുന്നൊന്നും.